ആഫ്രിക്കയിലെ വടക്കൻ സിംബാബ്വേയിൽ നിന്ന് ഇപ്പോൾ കൗതുകകരവും അതിശയിപ്പിക്കുന്നതുമായിട്ടുള്ള ഒരു വാർത്താ റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. വടക്കൻ സിംബാബ്വേയിലെ മട്ടു സഡോണ ഗെയിം പാർക്കിൽ നിന്നാണ് ഈ വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. അതേസമയം വലിയ ചർച്ചയാണ് ഈ വാർത്തയുടെ മേൽ ലോക മാധ്യമങ്ങളെല്ലാം തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി എന്താണ് ആ വാർത്തയെന്ന് നോക്കാം. വടക്കൻ സിംബാബ്വേയിലെ മട്ടു സഡോണ ഗെയിം പാർക്കിലേക്ക് ഒരു കുട്ടി എത്തിയതാണ് ഈ വാർത്ത. ഈ കുട്ടിയുടെ പേര് ടിനോറ്റെൻഡ പുഡു എന്നാണ്. ഈ കുട്ടി ഈ ഗെയിം പാർക്കിൽ എത്തിയത് എങ്ങനെയാണെന്ന് അറിയണ്ടേ? സ്വന്തം വീട്ടിൽ നിന്നും നടന്ന്, അതായത് 63 കിലോമീറ്റർ നടന്ന് ഈ കുട്ടി ആ ഗെയിം പാർക്കിലേക്ക് എത്തുന്നു. ശേഷം ഈ ഗെയിം പാർക്കിൽ 5 ദിവസമാണ് ഈ കുട്ടി ദിവസം ചെലവഴിക്കുന്നത്. ഈ കുട്ടിക്ക് വഴി തെറ്റിപ്പോയതായിരിക്കാം എന്ന് പറഞ്ഞ് വലിയ രീതിയിലുള്ള തിരച്ചിലാണ് അവിടെ നടക്കുന്നത്. ഇനി ഒരു പാർക്കല്ലേ അത്, ഒരു കൊച്ചു ഗെയിം പാർക്കല്ലേ അത്, എന്തുകൊണ്ടാണ് ഇത്രയും വലിയ തിരച്ചിൽ നടന്നത് എന്ന് പ്രേക്ഷകർ ചിന്തിക്കുന്നുണ്ടായിരിക്കും. അതിനൊരു കാരണമുണ്ട്. കാരണം ഇത് ചെറിയ ഒരു ഗെയിം പാർക്കല്ല, മറിച്ച് ആഫ്രിക്കയിലെ തന്നെ രണ്ടാമത്തെ ഏറ്റവും കൂടുതൽ സിംഹ ജനസാന്ദ്രതയുള്ള ഒരു ഗെയിം പാർക്കാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരു കൊച്ചു വനം തന്നെയാണ് ഇത് എന്ന് നമുക്ക് പറയേണ്ടി വരും. 40 സിംഹങ്ങളുടെ നടുക്കാണ് ഈ കുട്ടി 5 ദിവസം ചെലവഴിച്ചത് എന്നുള്ളതാണ് ഈ വാർത്തയിലെ ഏറ്റവും അതിശയകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഈ പുഡു 23 കിലോമീറ്റർ പാർക്കിൽ അലഞ്ഞു തിരിഞ്ഞ് നടന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. മാഷ്നോ നാലാൻഡ് വെസ്റ്റ് MP മുൽസ മുറോൺ ബെറ്റ്സ്റ്റിയാണ് ഈ കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത്. 40 സിംഹങ്ങൾ ആ പാർക്കിൽ ഉണ്ടായിരുന്നു. ആഫ്രിക്കയിലെ ഏറ്റവും ഉയർന്ന ജനസാന്ദ്രതയുള്ള പാർക്കാണ്. പോരാത്തതിന് ഈ കുട്ടി എങ്ങനെയാണ് അവിടെ സർവൈവ് ചെയ്തത് എന്ന ചോദ്യത്തിന് കാടിനെ കുറിച്ചുള്ള ഗഹനമായ അറിവാണ് ഈ കുട്ടി സർവൈവ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്നാണ് മുൽസ മുറോ ബെറ്റ്സി പറയുന്നത്. പോരാത്തതിന് എങ്ങനെയാണ് ഈ കുട്ടി ജീവൻ നിലനിർത്തിയത് എന്നുള്ള ചോദ്യത്തിന് കാടിനെക്കുറിച്ചുള്ള അറിവും അന്യജീവികളെ എങ്ങനെയാണ്, അതായത് ഈ വന്യജീവികളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യാനുള്ളത് എന്നുള്ള കഴിവും ഈ കുട്ടിക്കുണ്ടായിരുന്നു. അതിജീവന കഴിവുകൾ ഈ കുട്ടിക്കുണ്ടായിരുന്നു. കാട്ടുപഴം കഴിച്ചാണ് ഈ കുട്ടി 5 ദിവസവും ജീവൻ നിലനിർത്തിയത്. പോരാത്തതിന് കുടിവെള്ളത്തിനായി എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ആ പ്രദേശം എല്ലാം തന്നെ വരൾച്ച നേരിടുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് നദികൾ, കാട്ടിനകത്തെ നദികൾ പോലും വറ്റി വരണ്ട് കിടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ആ നദീതടങ്ങളിൽ ചെറിയ ചെറിയ കിണറുകൾ കുഴിച്ചാണ് ഈ കുട്ടി വെള്ളം കണ്ടെത്തിയിരുന്നത് എന്നുള്ള ഒരു റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഈ കുട്ടിയുടെ പ്രദേശവും വരൾച്ചാ ബാധിത പ്രദേശമാണ്. അതുകൊണ്ട് ആ കുട്ടിക്ക് അത് ഈസിയായി സർവൈവ് ചെയ്യാൻ കഴിഞ്ഞു എന്നാണ് MP അടക്കം പറയുന്നത്. ഈ കുട്ടി ന്യാമിനിയാമി എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയിലാണ് ഉള്ള കുട്ടിയായിരുന്നു. അതായത് പ്രാദേശികമായിട്ടുള്ള അവിടെയുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് ഈ ന്യാമിനിയാമി കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി. ഈ കമ്മ്യൂണിറ്റി ഈ കുട്ടിയെ കാണാതായത് മുതൽ തീവ്രമായിട്ടുള്ള അന്വേഷണ യത്നമാണ് അവിടെ നടത്തിയത്. ഈ കുട്ടി എവിടെ പോയി എന്നറിയില്ല. അതുകൊണ്ട് തന്നെ ഈ കുട്ടിയെ തേടി ഈ ഗെയിം പാർക്കിൽ എത്തുകയും ഗെയിം പാർക്കിൽ വലിയ രീതിയിലുള്ള തെരച്ചിലുകൾ നടത്തുകയും ചെയ്തു. 5 ദിവസം അവർ തെരച്ചിൽ നടത്തി. അവർ വലിയ രീതിയിൽ ശബ്ദമുണ്ടാക്കിയും വിളക്ക് തെളിച്ചും ആ കുട്ടിയെ ഡ്രം അടിച്ചും ആ കുട്ടിയെ വീട്ടിലേക്ക് വിളിക്കാനായി ശ്രമിച്ചു. അതായത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ശബ്ദം കേൾക്കാനും മറിച്ച് എവിടെയെങ്കിലും അകപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ദിശാബോധം ലഭിക്കാനുമാണ് ഇവരിങ്ങനെ ഡ്രം അടിച്ച് ആ കുട്ടിയെ അടുത്തേക്ക് ആകർഷിക്കാനായിട്ട് ശ്രമിച്ചത്. പക്ഷേ ഒന്നും തന്നെ വിലപ്പോയില്ല. അവസാനം ഈ കുട്ടി സിംഹങ്ങളുടെ വായിൽ അകപ്പെട്ടിരിക്കാം എന്ന വളരെയധികം ദുഃഖകരമായിട്ടുള്ള ഒരു ബോധത്തോടെ ഇവർ തിരിച്ചു പോവുകയായിരുന്നു. എന്നാൽ ആ സമയത്ത് വനപാലകരാണ് ഈ കുട്ടിയിലേക്ക് എത്താനുള്ള ഒരു ക്ലൂ ലഭിച്ചത്. മനുഷ്യന്റെ കാൽപ്പാടുകൾ വനപാലകർ കാണുകയുണ്ടായി. അങ്ങനെ മനുഷ്യന്റെ കാൽപ്പാടുകൾ കണ്ടെത്തി ആ മനുഷ്യന്റെ കാൽപ്പാടുകൾ പിടിച്ച് മുന്നിലേക്ക് പോയപ്പോഴാണ് ഈ ടിനോറ്റെൻഡ പുഡു എന്ന് പറയുന്ന ഈ കുട്ടിയുടെ അടുത്തേക്ക് അവർ എത്താനായി സാധിച്ചത്. കുട്ടി സുരക്ഷിതനായിരുന്നു. ഈ കാട് എന്ന് പറയുന്നത് 1470 കിലോമീറ്റർ, ഈ വന്യജീവി സങ്കേതം അതായത് ഗെയിം പാർക്ക് എന്ന് പറയുന്നത് 1470 കിലോമീറ്റർ ചുറ്റളവിലാണ് ഒരു വലിയൊരു വന്യജീവി സങ്കേതം തന്നെയാണ് ഇങ്ങനെ കിടക്കുന്നത്. ഇവിടെ ഹിപ്പോകൾ, അതായത് ഹിപ്പോപ്പൊട്ടാമസുകൾ, ആനകൾ, 40 സിംഹങ്ങൾ, സീബ്രകൾ എന്നിവയുടെ വിഹാര കേന്ദ്രമാണ്. കൊടും വിഷമുള്ള പാമ്പുകൾ അടക്കമുള്ളവയുടെ വിഹാര കേന്ദ്രമാണ്. കുട്ടി എങ്ങനെയാണ് സർവൈവ് ചെയ്തത് എന്നുള്ള ചോദ്യം ഇപ്പോഴും വളരെ ഒരു അത്ഭുതമായി തന്നെ പല ആൾക്കാരും കുട്ടിയോട് ചോദിക്കുന്നുണ്ട്. BBC അടക്കമുള്ള മാധ്യമങ്ങൾ ഇതിനെ, ആ കുട്ടിയെ അടക്കം പുകഴ്ത്തി റിപ്പോർട്ടുകൾ തയ്യാറാക്കി രംഗത്തെത്തുന്നുണ്ട്. വലിയ രീതിയിലുള്ള പ്രചോദനമാണ് ഈ കുട്ടി ബാക്കിയുള്ളവർക്കും എന്ന് പറഞ്ഞ് പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഇത് വാർത്തയാക്കിയിട്ടുമുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.